ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് കാരാപ്പുഴ ഡാമിലേക്കാണ്. കാരാപ്പുഴ ഡാമിൻ്റെ ഷട്ടറുള്ള ഭാഗമാണിത്. ഇതിലൂടെയാണ് വെള്ളം തുറന്നു വിടുന്നത്. ഇത് ഒരു എർത്ത് ഡാമാണ്. അതായത് ഇത് ഡാം പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ആ ഷട്ടറുള്ള ഭാഗം ഒഴികെ ബാക്കിയെല്ലാം മണ്ണുകൊണ്ടാണ്. മണ്ണും കല്ലും സ്വാഭാവിക രീതിയിൽ ഒരു കുന്നായി രൂപപ്പെടുത്തി വെള്ളത്തിനെ തടഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അതാണ് എർത്ത് ഡാം. കണ്ടോ, നിർമ്മിതിയുടെ ഡാമിൻ്റെ ഭാഗങ്ങൾ മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് മണ്ണ് ഒരു കുന്നുപോലെ കൂട്ടി വെച്ചിട്ട്. നല്ല പണിയുണ്ട്. അതിലൂടെ ടിപ്പറൊക്കെ കയറ്റി ഇറക്കി അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കല്ലും മണ്ണും അടുക്കടുക്കടുക്കായിട്ട് ഒരു കുന്ന്, കൃത്രിമമായിട്ടൊരു കുന്ന് നിർമ്മിച്ചിരിക്കുന്നു. അതാണ് എർത്ത് ഡാമിൻ്റെ പ്രത്യേകത. അതിൻ്റെ കനാലിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. അത് അങ്ങ് ദൂരെ നമ്മൾ കാണുന്നത് പാർക്കിൻ്റെ ഭാഗങ്ങളാണ്. ഇന്ന് പാർക്ക് പ്രവർത്തിക്കുന്നില്ല. പാർക്കിൻ്റെ ഭാഗങ്ങളാണ് ദൂരേക്ക് കാണുന്നത്. അവിടെ പല പല റൈഡുകളൊക്കെ ഉണ്ട്. നിങ്ങളിനി ഇത് പ്രവർത്തിക്കുന്ന ദിവസം വന്ന റൈഡുകളൊക്കെ കാണാം. നമ്മൾ മുൻപ് ഇവിടെ വന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ഷട്ടറിൻ്റെ ഭാഗങ്ങളാണ്. ഉണ്ടോ, രണ്ട് സൈഡും മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എർത്ത് ഡാം. പല പല റൈഡുകളുണ്ട്. പിന്നെ നല്ല വിനോദ ഉണ്ട് ഇവിടെ. പിന്നെ കമ്പിയിൽ പല റൈഡുകളുണ്ട്. കണ്ടോ, നല്ല കാഴ്ചകളാണ്, നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട് ഇവിടെ. പക്ഷേ ഈ ഡാം തുടങ്ങിയത് വയനാട് ജില്ലയിലെ നെൽകൃഷി നന്നാക്കാൻ വേണ്ടിയാണ്. കണ്ടോ, ഇതിലൂടെ നമ്മളിനി റിസർവോയറിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. റിസർവോയർ, ഈ വെള്ളം കിടക്കുന്ന റിസർവോയറിൻ്റെ അകത്തേക്ക് നമ്മൾ വില ഇറങ്ങിപ്പോകാം. അങ്ങോട്ട് പ്രവേശനമില്ല. പക്ഷേ ഈ തദ്ദേശവാസികൾ ഇറങ്ങുന്ന പശുക്കളെയും മാടുകളെയൊക്കെ മേയ്ക്കുന്ന ഈ വഴി കൂടെ നമുക്ക് മെല്ലെ ഇറങ്ങി നോക്കാം റിസർവോയറിൻ്റെ ഭാഗത്തേക്ക്. ഇന്നിവിടെ ഒന്നും ആളെയൊന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ ഇരുന്നിട്ട് ചേട്ടന്മാരൊക്കെ ഇരുന്നിട്ട് ഒന്ന് രണ്ടെണ്ണമൊക്കെ വൈകുന്നേരം പൂശുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. ഉണ്ടോ, നല്ല ആൾ പെരുമാറ്റമുണ്ട് ഇവിടെയൊക്കെ. ഇവിടെ ഒരു കാലത്ത് നല്ല തോട്ടങ്ങളായിരുന്നു. ഇതിപ്പം ഈ റിസർവോയറിൻ്റെ തന്നെ ഭാഗമാണ്, കരയായിട്ടുള്ള ഭാഗം. ഇത്രയൊന്നും വെള്ളം വരില്ല. ഇത്രയും വെള്ളം വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. താഴേക്ക് ഇറങ്ങിയ റിസർവോയറിൻ്റെ അടുത്ത് എത്തി. നമ്മൾ റിസർവോയറിൻ്റെ കരയ്ക്ക് വെള്ളത്തിലാണ്, ഡാമിൻ്റെ ഉള്ളിലപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഡാമിൻ്റെ കഥ നമ്മൾ പറഞ്ഞു വന്നത്, നെൽകൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡാം ഉണ്ടാക്കിയത്. പക്ഷേ 40-40 വർഷം മുമ്പ് തുടങ്ങി, ഇപ്പോൾ ഇത് അവസാനിച്ചു. കഴിഞ്ഞപ്പം വയനാട്ടിൽ വയലുകളില്ലാതായി. വയനാട്ടിലെ വയലുകളിൽ മുഴുവൻ വീടുകളും കമുക്, വാഴ, ഇഞ്ചി, തെങ്ങ്, എല്ലാം നാണ്യവിളകളും ഒക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. വയൽ പോയി. വയൽനാടെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. വയലൊക്കെ തീർന്നു. പോരാത്തതിന് ഭയങ്കര അഴിമതിയായിരുന്നു ഇതിലെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കറിഞ്ഞുകൂടാ. കാണുമ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിൽ അഴിമതി ഉണ്ടോ എന്നുള്ളത്. ഇവിടെ മുഴുവൻ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ദൂരെ നമ്മൾ കാണുന്നില്ലേ, ഈ വെള്ളം കെട്ടി കിടക്കുന്നതിലൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അവരുടെ വയലുകളുമൊക്കെ ഉണ്ടായിരുന്നു. വയലിൻ്റെ ഭാഗങ്ങളുണ്ടായിരുന്നു, കരയുടെ ഭാഗം ഉണ്ടായിരുന്നു, താഴ്ന്ന പ്രദേശത്തെ കരഭാഗങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ പശുക്കൾ മേഞ്ഞ് നടക്കുന്നുണ്ട്, കാലികൾ മേഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ വയൽ തീർന്നു പോയതുകൊണ്ടാണ് അത് അങ്ങ് ദൂരെ ഒരു മലയും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഉപയോഗമില്ലാതാണ് കിടക്കുന്നത്. ഈ വെള്ളത്തിന് ഒരു ഉപയോഗമില്ല, വെറുതെ കിടക്കുകയാണ്. ദൂരെ ഒരു മല കാണുന്നുണ്ട്, കുളപ്പാറ. നമ്മളിവിടെ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ പറത്തിയിട്ടുണ്ട്. ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കയറി താല്പര്യമുള്ളവർ കയറി നോക്കാം. അങ്ങേയറ്റത്ത് കാണുന്നത് അവിടെയൊക്കെ ഇപ്പോഴും പശുക്കൾ മേഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങേ സൈഡിൽ കൂടെ വരാവുന്ന ഈ മുട്ടാത്ത ഇടങ്ങളുണ്ടാവുമല്ലോ, പൊങ്ങിക്കുന്നതിൽ കൂടെ ആൾക്കാർ പശുവിനെ കയറ്റി വിടും, തദ്ദേശവാസികൾ. അതായത് രണ്ട് കുന്ന് തമ്മിൽ ചേർന്നിട്ട് കരയ്ക്കോട്ട് നിൽക്കുന്ന സ്ഥലത്തുകൂടി പശുവിനെ കയറ്റി വിടും ആളുകൾ. എന്തായാലും
ഈ ഭംഗിക്കൊരു കുറവില്ല. വെറുതെ വെള്ളം കെട്ടിയിരിക്കുന്നതാണ് ഒരു മലഞ്ചെരുവിലും. പക്ഷേ ഇതിന് ഭയങ്കര നമ്മൾ അറിയിക്കാൻ പറ്റാത്തൊരു ഭംഗി ഉണ്ട് ഈ സ്ഥലത്തിന്. പണ്ടുണ്ടായിരുന്നൊരു കുറ്റിയായിരുന്നു, മരക്കുറ്റി, അങ്ങനെ നിൽക്കുകയാണ്. ആ മലയുടെയും പമ്പ് ഹൗസിൻ്റെയൊക്കെ കാഴ്ചകളാണ് വീണ്ടും. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് നമുക്ക് അവിടെ ഒരു അക്വേറിയം ഉണ്ട്. അതിൽ നമുക്ക് കുറച്ച് ഒന്ന് കയറിയിട്ട് നമ്മൾ വീണ്ടും ഡാമിൻ്റെ ഉൾഭാഗത്ത് പോകും. ഉള്ളിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ പുറത്തുനിന്നല്ലേ കണ്ടു. ഇത് റിസർവയർ കണ്ടു, ഇതാ അക്വേറിയമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറും. കുറച്ചുള്ളൂ, 2-3 ഇതുള്ളൂ. ഇന്നിവിടെ ആളൊന്നുമില്ല, കാരണം ഉണ്ടോ മീനുകളൊക്കെ 2-3 മീനുകൾ. ഇങ്ങനത്തെ മീനുകളൊക്കെ അതിൽ വളർത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ മീൻ കൃഷി ഉണ്ട് കേട്ടോ. ഇതാ നമ്മൾ വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് കുറച്ച് കാണാം. നമ്മൾ സാധാരണ കാണുമ്പോഴേ ഈ കെട്ടെങ്ങനെയാണ് വരിക, നമ്മൾ മുല്ലപ്പെരിയാറൊക്കെ എപ്പോഴും കാണുന്നതല്ലേ, വലിയൊരു കെട്ടിങ്ങനെ കാണുന്നില്ലേ, വളഞ്ഞിട്ട്. ഇടുക്കിയാണെങ്കിൽ വളഞ്ഞിട്ട് ആർച്ച് ഡാം. ഇത് നോക്ക്, ഒരു മണ്ണിൻ്റെ ഒരു തിട്ട. ഈ ഷട്ടറിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ ഇതിന്. ബാക്കി മുഴുവൻ എന്താണ്, മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഡാമാണിത്. ഇതും വയനാട്ടിലെ 2 ഡാമും അങ്ങനെയാണ്. ബാണാസുര സാഗറും അങ്ങനെ തന്നെ, ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഡാമാണ്. കണ്ടോ, അകത്ത് കയറി നമ്മൾ. ഇതിനകത്തുനിന്ന് നിങ്ങൾ നോക്കി കേട്ടോ, മണ്ണുകൊണ്ട് തന്നെ ഡാം നിർമ്മിച്ചിരിക്കുകയാണ്. ഓക്കെ, കണ്ടോ, അവിടെ കാഴ്ചകൾ കാണുന്നില്ല, കണ്ടില്ലേ, മണ്ണ് തന്നെ കണ്ടോ. അങ്ങോട്ട് ഉള്ളൊരു കുന്നുണ്ടാക്കാൻ നല്ല പണിയുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. മണ്ണിങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ അമർത്തി അതിൻ്റെ മുകളിൽ കല്ലിട്ട് അങ്ങനെ കുറച്ചു കാലം കടന്ന് അത് വീണ്ടും സ്വാഭാവികമായിട്ടൊരു മലയായി രൂപപ്പെട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കല്ലും മണ്ണും ഒക്കെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് ഈ എർത്ത് ഡാമിൻ്റെ നിർമ്മാണം. അതിൻ്റെ മുകളിൽ പുല്ല് പിടിപ്പിച്ചിരിക്കുക. അതിനേക്കാൾ ഉറപ്പ് ഇതിനുണ്ടെന്ന് പറഞ്ഞു. ഇതിന് സ്വാഭാവികതയല്ലേ, മറ്റുള്ളത് സിമൻറ്റ് പോലെ ഇങ്ങനെ അല്ലല്ലോ. ഇതിന് സ്വാഭാവിക ഒരു കുന്നുപോലെ ഇതിനെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അതിനേക്കാൾ ഉറപ്പുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. വീണ്ടും നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പോകുന്നു. നമ്മൾ കുളപ്പാറമലേൻ്റെ താഴ്വാരത്തെത്തി. ചേച്ചിമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്കുള്ളൊരു കാഴ്ച. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗമായിട്ടുള്ള മൊട്ടക്കുന്ന് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകും. നെല്ലറച്ചാൽ എന്നാണ് അതിന് പറയുക. നെല്ലറച്ചാൽ എന്ന് പറയും. ഇതിനെ പറയുന്നതെന്ന് അറിയാം, നെല്ലറച്ചാൽ. അതായത് നെല്ലിൻ്റെ അറിയായിരുന്നു ഇവിടെ. നെൽകൃഷി അത്രയ്ക്ക് ഉണ്ടായിരുന്നു. കുരുമുളക്, കാപ്പി, അത്രയ്ക്ക് ഗംഭീര സ്ഥലങ്ങളായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ. ഇവിടെയുള്ള ആളുകളെയൊക്കെ ഇറക്കി വിട്ടിട്ട് ഈ ഡാം പണിതു. ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് അറിയോ? ഈ ആളുകൾ ഇറക്കി വിട്ടിരിക്കുന്ന സ്ഥലത്ത് വേറെ ആളുകൾക്ക് പതിച്ചു കൊടുത്തിരിക്കുന്നു. അഴിമതി ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റോ മുൻപ് ഭരിക്കുന്ന ഗവൺമെൻറ്റോ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കുറ്റപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾക്ക് തീരുമാനിക്കുക ഇത് അഴിമതിയാണോ അല്ലയോ എന്നുള്ളത്. 40-40 വർഷം മുൻപ് തുടങ്ങിയതാണിത്. അപ്പോൾ അന്നത്തെ ഗവൺമെൻറ്റിനെ മുതൽ കുറ്റപ്പെടുത്തണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഈ സ്ഥലത്തിന് ഗംഭീര ഭംഗിയാണ് ഈ കാഴ്ചകൾക്കൊക്കെ. ഇതിനു വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ വരാറുണ്ട്. ഇവിടുത്തെ സൂര്യാസ്തമയ ഉദയവും കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ക്യൂ നിൽക്കും. ഇന്ന് പക്ഷേ നമുക്ക് സൂര്യാസ്തമയവും കാണാൻ കഴിയില്ല. കാരണം നല്ല മേഘങ്ങളാണ്, ഭയങ്കര മേഘങ്ങളാണ്. മൂടിക്കെട്ടിയിട്ട് മേഘങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് പണ്ട്, കണ്ടോ. അവിടെ നിന്നൊക്കെ കുടിയിറക്കി ഇപ്പോൾ വീണ്ടും ആളുകൾക്ക് പതിച്ചു കൊടുത്തിരിക്കുകയാണ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. ആളുകളെ വീണ്ടും താമസിപ്പിക്കും. ആളുകളുടെ വീടുകളൊക്കെ കാണുന്നില്ലേ, സർക്കാർ പണിത് കൊടുത്ത വീടുകളാണ്. ഇതെവിടെ അവരെ താമസിപ്പിച്ചിരിക്കുന്നു. കുറച്ച് തൊട്ടപ്പുറത്ത് മാറിയിട്ട് ഒരുപാട് വീടുകൾ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. ആളുകളെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതെന്തിനാണ് ആദ്യമേ പൊന്നും വില കൊടുത്ത് ഇവിടെയുള്ള ആളുകളെ അവരുടെ കൃഷിനെയൊക്കെ കൂട്ടത്തോടെ മാറ്റിയിട്ട് പിന്നെ ഇപ്പോൾ വീണ്ടും ആളുകളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മറ്റുള്ള ആളുകളെ? എന്താണ് ഇതിൻ്റെ ഇവർ ചെയ്യുന്നത് അധികാരികൾ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് നമ്മളെ അറിയിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ നമുക്കൊരു സന്തോഷമാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ വീഡിയോ എടുക്കാൻ നമുക്ക് കമൻ്റ് ചെയ്യണം. അങ്ങനെ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഡാമിൻ്റെ ഭംഗിയെക്കുറിച്ച്. ഉണ്ടോ ഇവിടെ ആളുകളുടെ താമസമുണ്ട്. അവിടെയൊക്കെ ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ടല്ലേ. ഇവിടെ നിന്നൊക്കെ ഇറക്കി വിട്ടു, വീണ്ടും ആളുകളെ പുനരധിവസിപ്പിച്ചിരിക്കുന്നു. ഇവിടെ കുറച്ച് ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. അവർ പറഞ്ഞതാണത് ഉള്ള അഴിമതിയാണെന്നൊക്കെ അവർ പറയുന്നു. പക്ഷേ നമുക്കറിയില്ല. നിങ്ങൾ തീരുമാനിക്കുക അഴിമതിയാണോ അല്ലയോ എന്നുള്ളത്. നല്ല കാഴ്ചകളാണ്, നല്ല ഭംഗിയാണ്. ആളുകൾ വന്നിരിക്കുന്നത് കണ്ടോ. ഇന്ന് ആൾ കുറവാണ്. ഇവിടെ ഈ ദുരന്തമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഉരുൾപൊട്ടൽ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയിട്ട് ഒരുപാട് നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. അതിൻ്റേത് അതുകൊണ്ട് ഇവിടെ ഒന്നും ആളുകളൊക്കെ കുറവാണ്. പിന്നെ അതുപോലെ ഒന്ന് ഇവിടെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇവിടെ ആരുമില്ല. എന്നാലും ആളുകളുണ്ട് അത്യാവശ്യം. നല്ല കാഴ്ചകളാണ്, ഗംഭീര കാഴ്ചകളാണ്. വൈകുന്നേരത്തിൻ്റെ ആളുകളൊക്കെ സർവ് പറഞ്ഞിരിക്കുന്നത്. സഞ്ചാരികളൊക്കെ ഉണ്ട്. നല്ല ഗംഭീര കാഴ്ചകൾ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരേണ്ടതാണ്. അതാണ് പറയാനുള്ളത്. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് നഷ്ടം വരില്ല ഒരിക്കലും. വലിയ ചിലവൊന്നും ഉണ്ടാവില്ലല്ലോ. പാർക്കിലും കയറണം കേട്ടോ. ഇന്ന് തുറന്നിട്ടില്ല. പാർക്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം. നല്ല റൈഡുകളൊക്കെ ഉണ്ട് അവിടെ. ഇതാ എൻ്റെ അവസാന ഭാഗം. കുറേ മൊത്തം കാണിക്കണമെങ്കിൽ നമുക്ക് തീരില്ല. അത് ഇതാ അങ്ങ് കാണുന്നുണ്ടല്ലേ വീടുകൾ കെട്ടി കൊടുത്തിരിക്കുന്നത്. റിസർവോയറിൻ്റെ ഉള്ളിൽ കണ്ടോ. അതാ നിർമ്മിതികൾ കാണുന്ന അങ്ങ് ദൂരത്ത് വെള്ളത്തിൻ്റെ അപ്പുറം ആളുകളെ പുനരധിവസിപ്പിച്ചിരിക്കുന്നതാണത്. ഇവിടെ നിന്ന് ഒരാളെ ഇറക്കി വിടുക, വീണ്ടും വേറെ ആളെ കൊണ്ടിരുത്തുക. എന്താണിത്? സർക്കാർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. ഒരു ബുദ്ധിയില്ലാത്ത ഭരണാധികാരികൾ അല്ലേ. ഇപ്പോൾ ഈ മലയുടെ കാഴ്ചകളോട് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കും. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.